ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ബജറ്റിന്റെ ഷോക്കിന്റെ ആ ഒരു ആലസ്യത്തിലാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബജറ്റ് ഡേ ഉണ്ടായിട്ടുള്ള ഫോളോ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഡേ റിയാക്ഷൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷത്തെ ഷാർപ്പസ്റ്റ് പെർസെൻറ്റേജ് ഡിക്ലൈൻ ആണ് ബഡ്ജറ്റ് ഡേയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ബജറ്റ് കറക്ഷൻ ഒരു അവസരമായി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ ഒരു വാല്യൂ ബൈങ് ഇന്ന് വ്യാപകമായി നടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ആയാലും സെക്ടർ ഇൻവൈസ് ആയിട്ടുള്ള ഇൻഡെക്സ് പെർഫോമൻസ് ആയാലും അതൊക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നല്ല വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ പല സ്റ്റോക്കുകളും അവൈലബിൾ ആയിട്ടുണ്ട് എന്ന ഒരു ധാരണയിൽ ഇൻവെസ്റ്റേഴ്സ് നന്നായിട്ട് ബൈ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കൂടാതെ റൂപ്പി ചെറിയ തോതിൽ റിക്കവർ ചെയ്തത് ഈ ഒരു മാർക്കറ്റ് സെന്റിമെന്റ്സിനെ ഉയർത്താൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 91.5 എന്ന ഒരു പ്രൈസിലാണ് നമുക്ക് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ കാണുന്നത്. അതുപോലെ വേൾഡ് വൈഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് അത് നോർമലൈസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതും മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കരുതാം. കാരണം WTI ക്രൂഡ് 62 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ബ്രന്റ് ക്രൂഡ് 66 എന്ന ലെവലാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ 70 മുകളിൽ പോയ ക്രൂഡ് ഓയിൽ പ്രൈസാണ് ഈ രീതിയിൽ താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ബജറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ബജറ്റ് അത്ര മോശം ബജറ്റുമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിരാശാജനകമായ ഒരു ബജറ്റൊന്നുമല്ല. കാരണം നമുക്ക് കാണാം, ബജറ്റിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 12.2 ലക്ഷം കോടിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 8% വർധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെ റോഡുകൾ, റെയിൽവേ, എയർപോർട്ടുകൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും അതുപോലെ സാമ്പത്തിക വളർച്ചയെ ഊർജിതമാക്കാനും ഇതുകൊണ്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് GDPയുടെ 4.4 എന്ന നിലയിൽ തുടരുകയും അടുത്ത വർഷം അതൊരു 4.3 ആയിട്ട് കുറക്കാൻ ലക്ഷ്യമിടുകയും ചെയ്തതായിട്ട് നമുക്ക് ബജറ്റ് പ്രസൻറ്റേഷനിൽ കാണാം. അതിനാൽ തന്നെ സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമവും ബഡ്ജറ്റിൽ പ്രകടമാണ്. അതുപോലെ സെക്ടർ വൈസ് ചില പ്രഖ്യാപനങ്ങൾ സെമി കണ്ടക്ടർ മിഷൻ 2.0 ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ റെയർ എർത്ത് കോറിഡോറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അതുപോലെ ബയോഫാർമയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ഡിഫൻസ്, മാനുഫാക്ചറിങ്, MSME മേഖലകളിലുള്ള ബൂസ്റ്റ്, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെ NRIകളെ സംബന്ധിച്ചോളം നല്ല പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ കാണാം. കാരണം അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പ് 5% മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതിപ്പോൾ 10% ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ മൊത്തത്തിലുള്ള NRI ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റോക്കിൽ 10% ലിമിറ്റ് ചെയ്ത സ്ഥാനത്ത് അതിപ്പോൾ 24% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബജറ്റ് ഒരു ജനറലായിട്ട് നോക്കുമ്പോൾ അത്ര മോശം ബജറ്റല്ല. ബജറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇവൻ്റ് അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ബജറ്റ് വന്നതോടുകൂടിയ മാർക്കറ്റ് വലിയ തോതിലേക്കൊക്കെ ഒറ്റയടിക്ക് മുന്നോട്ട് പോകുമെന്നൊക്കെ നമ്മൾ കരുതുന്നത് തെറ്റായ ഒരു ധാരണയായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ബജറ്റ് ഒക്കെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് അത്ര നല്ലതല്ല. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം STT ആണ്. പക്ഷേ STT ബേസിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നത് ട്രേഡേഴ്സിനെ മാത്രമാണ്. ഡയറക്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സിന് മാത്രമാണ് അതിൻ്റെ എഫക്റ്റ്. പ്രത്യേകിച്ച് F&O മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഈ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിനും അതുപോലെ ഹൈ നെറ്റ്വർത്ത് ട്രേഡേഴ്സിനും ഒക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഒരു നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു ലോട്ട് സൈസ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചാർജസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു ലോട്ട് സൈസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ചാർജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ STT 312 രൂപയാണ്, എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഫീസ് 59 രൂപയാണ്, GST 10 രൂപയാണ്, സെബിയുടെ ചാർജ് 3 രൂപ, സ്റ്റാമ്പ് ഡ്യൂട്ടി 31 രൂപ, ബ്രോക്കറേജ് 40 രൂപ, അങ്ങനെ ടോട്ടൽ 456 രൂപയോളം ഒരു ലോട്ട് സൈസ് എടുത്തുകൊണ്ട് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പൊസിഷൻ എടുക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ്ക്ക് വരുന്ന ചാർജാണിത്. എന്നാൽ പുതിയ ഈ STT ഹൈക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാർജസ്, STTയുടെ ടോട്ടൽ ചാർജ് 750 രൂപയാകും. അതേപോലെ മറ്റ് ചാർജുകളൊക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷേ ടോട്ടൽ വരുമ്പോൾ 924 രൂപയുടെ ഒരു ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നേരെ ഡബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ചാർജസാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഇത് ഒരു ലോട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു ചേഞ്ചസ്. അതേസമയം അത് കൂടുതൽ ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 4 ലക്ഷം ഇതുവരെ ഇത്തരത്തിലുള്ള ചാർജസ് കൊടുത്ത ഒരു ഇൻവെസ്റ്റർക്ക് 9 ലക്ഷം രൂപയായിട്ട് അത് ഉയരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഘടകമാണ്.
എന്നാൽ ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഇഷ്യൂ മാർക്കറ്റ് ലിക്വിഡിറ്റിയാണ്. കാരണം F&O മാർക്കറ്റിൻ്റെ ഈ എക്സ്പെൻസ് കൂടുമ്പോൾ ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ്, പ്രത്യേകിച്ച് സ്കാൽപ്പേഴ്സ്, ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർ, അവരുടെയൊക്കെ പൊസിഷൻസിൻ്റെ ആ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി വരാൻ കാരണമാകും. അപ്പോൾ ഈ മാർക്കറ്റ് ലിക്വിഡിറ്റി കുറയുമ്പോൾ ക്യാഷ് മാർക്കറ്റിലെ ഓഹരികളുടെ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിൽ ആ ഒരു വ്യത്യാസം, ബിഡ് ടു ആസ്ക് സ്പ്രെഡ് എന്ന് പറയും, ആ ഒരു വ്യത്യാസം വർദ്ധിക്കും. ആ വ്യത്യാസം വർദ്ധിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റി ഓഹരികൾ വാങ്ങുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കോസ്റ്റ്, അതായത് നമ്മളിപ്പോൾ 100 രൂപക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഒരാൾ 101 രൂപക്ക് വിൽക്കാൻ തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലിക്വിഡിറ്റി കുറയുമ്പോൾ അവിടെ നമ്മൾ 100 രൂപക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഒരു പക്ഷേ 105 രൂപയ്ക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ആ ഒരു ഗ്യാപ്പ് വർദ്ധിക്കും, കാരണം ലിക്വിഡിറ്റി കുറയുകയാണ്. അതേപോലെ ഹെഡ്ജിങ് കോസ്റ്റും കൂടാൻ സാധ്യത. കാരണം നമുക്കറിയാം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് വലിയ തോതിൽ പൊസിഷൻ എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ക്യാഷ് പോർട്ട്ഫോളിയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാറുണ്ട്. കാരണം മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ഈ പുട്ട് ഓപ്ഷനിൽ അവർക്ക് ലാഭം കിട്ടും എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള പൊസിഷൻ അവരെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹെഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതലാകുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് കൂടുതൽ ചിലവേറിയതാകാൻ അത് കാരണമാകും. ഇതേപോലെയാണ് ആർബിട്രാജ് ഫണ്ടുകളുടെ റിട്ടേൺ. കാരണം പല ഇൻവെസ്റ്റേഴ്സും സേഫായിട്ട് അവരുടെ പണം പാർക്ക് ചെയ്യുന്നത് ആർബിട്രാജ് മ്യൂച്വൽ ഫണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവർ ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ മാർക്കറ്റിലുമുള്ള സ്റ്റോക്കുകളുടെ ആ ഒരു പ്രൈസിൻ്റെ ആ ഒരു ഡിഫറൻസിൻ്റെ മുതലെടുത്തുകൊണ്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസത്തിലാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ F&O ട്രാൻസാക്ഷൻ കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ വാങ്ങൽ വിൽപ്പനകളും ചിലവേറിയതാവുകയും അത് അവരുടെ ലാഭസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം FPI അല്ലെങ്കിൽ FIIസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അവർ ഇന്ത്യയുടെ ക്യാഷ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം അവർ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലും പൊസിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇത്തരത്തിൽ കോസ്റ്റ് കൂടുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു കോസ്റ്റ് വർദ്ധിക്കുന്നുണ്ട്. ഹൈ കോസ്റ്റ് മാർക്കറ്റായിട്ട് ഇന്ത്യ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കോസ്റ്റ് കുറഞ്ഞ മാർക്കറ്റിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇൻഡെക്സ് ലെവലിൽ ചില സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടാക്കിയേക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലോങ് ടേം ഡെലിവറി എടുക്കുന്ന ഇൻവെസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അധിക ടാക്സ് നൽകേണ്ടി വരുന്നില്ലെങ്കിലും മാർക്കറ്റിലെ ആ ഒരു എഫിഷ്യൻസി, അതിൻ്റെ ലിക്വിഡിറ്റി, അതിൻ്റെ ഹെഡ്ജിങ് കാപ്പബിലിറ്റി എന്നിവയിൽ ഒരു മാറ്റം ഉണ്ടാവും. എന്നാൽ ഒരു ക്വാളിറ്റി സ്റ്റോക്ക് ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ ടാക്സ് വ്യത്യാസം വലിയൊരു ആശങ്കയ്ക്ക് കാരണമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കുകയില്ലെങ്കിലും സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇവിടെ ചെറിയ തോതിലുള്ള ഒരു തിരിച്ചടി മാർക്കറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ നമ്മൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ക്രാഷാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്നും ഗോൾഡ് സിൽവറിൽ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോൾഡിൽ ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു വാല്യൂ ബൈങ് അവിടെയും നടക്കുന്നുണ്ട്. ഏതായാലും DIAസും നല്ല തോതിൽ ഈ ഗോൾഡ് ETFകൾ സെല്ല് ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ ക്രാഷിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു തിരിച്ചുവരവിന് ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഗോൾഡ് സിൽവറിലുണ്ടായിട്ട് സെൽ ഓഫാണ്. കാരണം അവിടെ സ്വാഭാവികമായിട്ട് ഫണ്ട് കൂടുതലായിട്ട് ഈക്വിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമ്മുടെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു ETF ആയ ഗോൾഡ് ബീസ്, അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ അതിൻ്റെ റിട്ടേൺ -8.85% ആണ്. അതുപോലെ സിൽവർ ബീസിൻ്റേത് -29.79% ആണ്. അപ്പോൾ വലിയൊരു തകർച്ചയാണ് നമുക്ക് ETFകളിൽ കാണുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ആഗോള വിപണിയിലുള്ള ക്രാഷും അതുപോലെ ഡോളർ ശക്തിപ്പെടുന്നതും തമ്മിൽ നേരിട്ട് ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഗോൾഡിൻ്റെ സെൽ ഓഫ് അല്ലെങ്കിൽ സിൽവറിൻ്റെ ഒക്കെ സെൽ ഓഫ് ഈ ഒരു ഡോളറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജൂൺ 26 നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഗോൾഡിൻ്റെ പ്രൈസ് $5100 ഏറ്റവും ഹൈയിലെത്തിയിരുന്നു. അന്ന് ഡോളർ വീക്കായി തുടങ്ങുന്ന സമയമാണ്. അന്ന് ഡോളറിൻ്റെ വീക്ക്നെസ് 97 എന്ന ലെവലിലാണ് ഡോളർ ഇൻഡെക്സ് നമ്മൾ കണ്ടത്. എന്നാൽ ജനുവരി 29 ഗോൾഡ് ഓൾ ടൈം ഹൈയിലെത്തിയതായിട്ട് കാണാം. 5595 എന്ന ലെവലിലേക്ക് ഗോൾഡ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി. അപ്പോൾ ഡോളർ വലിയ തോതിൽ ക്രാഷായിട്ട് 96.1 എന്ന ലെവലിലേക്ക് എത്തി. പിന്നീട് ജനുവരി 30 ആണ് ശക്തമായ ക്രാഷ് ഗോൾഡിലുണ്ടായത്. അതായത് 4780 എന്ന ലെവലിലേക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഫോളാണ് അവിടെ ഉണ്ടായത്. ആ സമയത്ത് ഡോളർ ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 96.7 ആണ്. കെവിൻ വാർഷ് എന്ന് പറയുന്ന പുതിയ ഫെഡ് റിസർവ് ചെയർമാനെ ട്രംപ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ ക്രാഷിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോളർ പെട്ടെന്ന് ശക്തിപ്പെട്ടതായിട്ട് കാണാം. കാരണം ഫെബ്രുവരി 2 നമ്മളിപ്പോൾ ഡോളർ ഇൻഡെക്സ് നോക്കുമ്പോൾ 97 കൂടുതൽ
മുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് 4668 താഴുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US ഫെഡ് റിസർവ് ചെയർമാനായിട്ട് കെവിൻ വാർഷിനെ നാമനിർദ്ദേശം ചെയ്തത് ഡോളറിന് കരുത്ത് പകരുന്നുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു പലിശ നിരക്ക് ഉയർത്താൻ സാധ്യതയുള്ള, അതായത് ഹോക്കിഷ് സ്റ്റാൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഡോളർ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ അതാണ് മൊത്തത്തിൽ ഈ ഒരു വളറ്റിലിറ്റി ഗോൾഡിൽ നമുക്കിപ്പോൾ കാണുന്നത്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഗോൾഡിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇടിവ് ഇതൊരു ഹെൽത്തി കറക്ഷനായിട്ട് പൊതുവെ കാണാവുന്നതാണ്. കാരണം ജനുവരിയിൽ മാത്രം ഗോൾഡ് 20% അധിക ലാഭം ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു ലാഭം ഉണ്ടാകാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ലാഭം എടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവും. അതുമാത്രമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ ബജറ്റിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്കീമിൻ്റെ പേരാണ് ബയോ ഫാർമ ശക്തി സ്കീം. ഏകദേശം 10,000 കോടിയാണ് അപ്പോൾ ഈ ഒരു ഫാർമ മേഖലയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ബയോ ഫാർമ ശക്തി എന്ന് പറഞ്ഞാൽ? ബയോ ഫാർമ ശക്തി എന്ന് പറഞ്ഞ ഈ ശക്തിയുടെ ഒരു ഫുൾ ഫോം ഉണ്ട്. ആ ഫുൾ ഫോം സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് അഡ്വാൻസ്മെൻറ്റ് ത്രൂ നോളജ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മെയിനായിട്ടുള്ള എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ബയോ ഫാർമ പ്രൊഡക്റ്റിലുള്ള ഒരു ഗ്ലോബൽ ഹബ്ബായിട്ട് മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഈ ബയോ ഫാർമ പ്രൊഡക്റ്റുകളായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് ബയോളജിക്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ആണ്. ഇത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഇപ്പോൾ വാക്സിന്, അതുപോലെ ജീൻ തെറാപ്പികൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബയോളജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഇതേപോലെയാണ് ബയോ സിമിലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോളജിക്കൽ മെഡിസിൻ്റെ അതേ ഹൈ സിമിലർ ആയിട്ടുള്ള വേർഷൻസ്, ഇപ്പോൾ കോംപ്ലക്സ് ഡ്രഗ്സിൻ്റെ ജനറിക് വേർഷനായിട്ട് ഉള്ള ഡ്രഗ്സ് ഉണ്ട്. അതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ഒരു 10,000 കോടിയുടെ ഒരു സ്പെൻഡിങ് അടുത്ത 5 വർഷത്തേക്ക് നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഫോക്കസിലേക്ക് വരുന്ന ചില ഫാർമ സ്റ്റോക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബയോകോൺ ആണ്. കാരണം ഈ ബയോളജിക് സ്പേസിൽ ഉള്ള ഒരു മേജറായിട്ടുള്ള ഒരു ഫാർമ പ്ലെയറാണ് ബയോകോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യറി തീർച്ചയായിട്ടും ബയോകോൺ ആയിരിക്കും. ഇത് കൂടാതെ മറ്റ് പല ഫാർമ സ്റ്റോക്കുകളിലും ഇതിന് ബെനിഫിറ്റ് ഉണ്ടായേക്കാം. ഇപ്പോൾ പിരമൽ ഫാർമ, സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇതിന് ബെനിഫിറ്റ് ഉണ്ടായേക്കാം. എന്നാൽ ഈ ഒരു ബയോ ഫാർമ ശക്തി സ്കീമിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല. അപ്പോൾ എവിടെയാണ് ഈ 10,000 crore ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ സ്പെസിഫിക് കമ്പനികളിലായിരിക്കും ഇതിൻ്റെ ഫണ്ട് എലിജിബിലിറ്റി ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റ് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.